വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ സെമിഫൈനലിലെത്തിച്ച സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചത്. 50 ബോളിൽ 97 റൺസാണ് സഞ്ജു നേടിയത്. 12 ഫോറുകളും 4 സിക്സറുകളുമാണ് സഞ്ജു പറത്തിയത്. 50% പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മത്സരത്തെ ആദ്യ ബോൾ മുതൽ അവസാന ബോൾ വരെ ഒരു പ്രഷറുമില്ലാതെ നേരിട്ട് ഇന്ത്യക്ക് വേണ്ടി സെമി ഫൈനൽ സ്പോട്ട് സമ്മാനിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. 196 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യക്ക് പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റുകളാണ് നഷ്ടമായത്. വിക്കറ്റുകൾ വീണ് പ്രഷർ സിറ്റുവേഷനിൽ നിന്നപ്പോഴും സ്ട്രൈക്ക് റേറ്റ് പോലും കുറയാതെ റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. 26 പന്തിലാണ് സഞ്ജു 50 റൺസ് പൂർത്തിയാക്കുന്നത്. പിന്നീട് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും സഞ്ജുവിന് കുറച്ച് സപ്പോർട്ട് നൽകിയെങ്കിലും അധിക നേരം നിൽക്കാതെ തന്നെ അവരും പുറത്തായി. അവസാന നിമിഷം ഇന്ത്യക്ക് വേണ്ടത് 6 ബോളിൽ 7 റൺസ്. ഷിഫർഡ് എറിഞ്ഞ ആദ്യ ബോളെ തന്നെ സഞ്ജു 6 പറത്തി. രണ്ടാമത്തെ ഫോറുമടിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തി. ഗ്യാലറിയും ഡഗ്ഔട്ടും എഴുന്നേറ്റ് നിന്നേ സഞ്ജുവിനെ ആദരിച്ചപ്പോൾ എല്ലാ ക്രിക്കറ്റ് ഫാൻസിനും മലയാളികൾക്കും ഇതൊരു അഭിമാന നിമിഷമായിരുന്നു. ചേസിംഗിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ റെക്കോർഡും മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഫോം നഷ്ടപ്പെട്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനവും പ്ലേയിങ് 11-ലെ സ്ഥാനവും നഷ്ടപ്പെട്ട സഞ്ജു സാംസണ് ഇതൊരു കംബാക്ക് ഇന്നിംഗ്സ് തന്നെയായിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഇതുപോലൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ച സഞ്ജു സാംസണ് സെലിബ്രിറ്റീസും ഇന്ത്യൻ ആരാധകരും അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നത്. ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലെ പെർഫോം ചെയ്യണമെന്നാണ് എല്ലാ ആരാധകരുടെയും പ്രാർത്ഥന.